പ്രൈസ് ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് മാത്രം, അതായത് സിമ്പിൾ ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ. നമ്മുടെ ഒരു വിഷയത്തിലേക്ക്, ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ. അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷെ വലിയ സാക്ഷ്യമാണത് കേൾക്കുമ്പോൾ. അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ്. വരുമാന മാർഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും. അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയണത്. ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും, ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് സുവിശേഷ വിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി, അവർക്ക് മാത്രമല്ല അവർ നേടിയെടുത്ത അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത്, വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. അത് ഇച്ചിരി കഥകൾ. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. നിങ്ങളും ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും, ചിലവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും? അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ്, ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അപ്പോഴേ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഇപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്നവർക്ക് പറയും. കാര്യം അവർ യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത്. കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും. എഡ്യൂക്കേഷന് അങ്ങനെ ഗുണമുണ്ട് ദോഷമുണ്ട്. എഡ്യൂക്കേഷൻ ലെവലിൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ, ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും. എന്തിൻ്റെ? വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട് വരും. ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും, ഒരു വില്ലനും ഉണ്ടാവും. അപ്പോൾ ഹീറോ ആയിട്ട് വരണത് പലപ്പോഴും വിശ്വാസമായിരിക്കും. അതിൻ്റെ വില്ലനായിട്ട് വരണത് ആരായിരിക്കും? യുക്തിയായിരിക്കും. ഇനി യുക്തിയെ നമ്മളെങ്ങനെയായിട്ട് മലത്തി അടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത്. കാര്യം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കത്തില്ല. സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സഹസഞ്ചാരമാണ്, യുക്തിയും വിശ്വാസം ഒരുമിച്ചാണ് പോണത്.
പക്ഷെ ചില മേഖലയിൽ വന്നു കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ എന്ന് എൻ്റെ അർത്ഥം. യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും. വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക്. പക്ഷെ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് വിഷയം. യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചില വിഷയങ്ങൾ യുക്തിയാതീതമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിലൊരു മായയുണ്ട്, ഒരു സുശീലയുണ്ട്. നാട്ടുകാരാണ്, ചേർത്തലക്കാരാണ് ഇവർ. അപ്പോൾ സുശീലയുടെ മകളാണ് ഈ മായ. മായയെ ഒരു അവളുടെ ഏജൻസി പറ്റിച്ചതാണ് പ്രശ്നം. ഈ കേസ് സ്റ്റഡി പോണത് ഇങ്ങനെയാണ്, ആ സാക്ഷ്യം പോണത് ഇങ്ങനെയാണ്. മായയെ ഏജൻസി 5 ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല. ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി. ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത്. അവരാണെങ്കിൽ അത് കാരണം എന്ത് പറ്റുമെന്ന്, ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോവും. ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം പകുതിയോളം ഈ വിസ തന്ന ആൾ, അവർക്ക് പൈസ കിട്ടിയില്ലല്ലോ, ഏജൻസിക്ക് പൈസ കിട്ടി, ഏജൻസി മുങ്ങിയല്ലോ. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാത്ത കാരണം ഇവരെ വെച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു. അത് പക്ഷേ ഏജൻറ്റ് കഫീലിന് കൊടുത്തില്ല. അതാണ് പ്രശ്നം. വിസ ഡോണറിന് കൊടുത്തില്ല. ജീവിതം നരകതുല്യമായിപ്പോയി. എന്താ? ജോലിയേ ഇല്ല. ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫീൽ പോകും. പിന്നെ ഇവർ തമ്മിൽ അവസാനം ഇത് പറഞ്ഞ് തർക്കമായി, വഴക്കായി, സങ്കടമായി, നിലവിളിയായി. പണി ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിൽ പൈസ അയക്കാൻ പറ്റണില്ല, ചിലവിന് പൈസ തികയുന്നില്ല. അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ എന്തുമാത്രമാണെന്നറിയോ? അവരെല്ലാവരും, നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് അതായത് ഒരു 60% പേര് ഇവിടെ കേരളത്തിൽ ജീവിച്ചതിനേക്കാൾ മോശമായിട്ട് അവിടെ ജീവിക്കണം. അവിടെ ചെന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ 3 ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും. 5 മണി വെളുപ്പിന് 5 മണിക്ക് തന്നെ ആൾക്കാർ വരും. ഞാൻ 2 മണി വരെ കാണും. അപ്പോൾ ഞാൻ തളർന്നു പോകും. കാര്യം ധ്യാനമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ധ്യാനം തുടങ്ങിയാൽ 10 മണിക്കാണ് തീരണത്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും. അപ്പം അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം നിങ്ങളങ്ങനെയുള്ള സങ്കടത്തിൽപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒന്ന് ശക്തമായി ദൈവതിരുസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. സന്ധി വന്നപ്പോൾ ഇവൾക്ക് ഈ മായയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത്. അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ, അവൾക്കാണെങ്കിൽ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കഫീൽ പോവും. ഭക്ഷണം കഴിക്കണം, പിന്നെ കൂടാതെ അവർക്ക് വാടക കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ്. പല പ്രശ്നങ്ങളാണ് അങ്ങനെ. അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും, അമ്മയുടെ അനിയത്തിയോടും പറയും. ആദ്യമൊക്കെ പറയത്തില്ല, പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ. പക്ഷെ അവരെന്ത് ചെയ്യാനാണ്? നാട്ടിൽ നിൽക്കണം, അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഒന്ന്, അവർക്ക് ഉടമ്പടി ചെയ്യാം. അതാണ് സംഭവം. ചിലർ എന്നോട് പറയും, ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കഴിച്ച് അവർ പറഞ്ഞ വിമർശനം. ചിലർ പറഞ്ഞത്, അച്ഛൻ ഈ ജീവിത പ്രസംഗമാണ് എപ്പോഴും പറയണത്, മാതാവിനെയും കുറിച്ചേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല, ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, രോഗമാണ്. എന്തൊക്കെ ഈശോടുത്ത് പറയണതാരാണ്? മാതാവല്ലേ. പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ? ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അഫ്ലുവൻ്റായിട്ട്
ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ, ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും, അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണേ. ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല. ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം, ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചവരെ, ഞാനും ഇപ്പോൾ ഒരു ഷോജു എന്ന് പറഞ്ഞൊരു ഷോജു, പിന്നെ ഒരു വത്സല, ഇവരാണ് എൻ്റെ അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ്. അപ്പം ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ, സ്ഥിതി എന്താണ്, ധ്യാനത്തിൻ്റെ സ്ഥിതി, ഇത് ധ്യാനം നന്നായിട്ട് വേണം പോകുന്നത്, അതോ ധ്യാനത്തിൻ്റെ അകത്ത് വല്ലതും കറക്ഷനുണ്ടോ, കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അപ്പോഴും മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗത്യമുള്ളവർ, ഈ ദൗത്യമുള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ, ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കൃപ, അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും, പക്ഷേ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും. അതുകൊണ്ടാണ് ഈ പൗരസപ്പോ ഒന്ന് കോറിന്തോസ് 15 എടുത്തേ മോനെ, 15:10 എടുത്തേ. 1 കോറിന്തോസ് 15:10. 1 കോറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവർക്കാണ് കൃപയുള്ളത്. അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്തിക്കാൻ കാര്യം ഇതിൻ്റെ അകത്ത് അധ്വാനമുണ്ട്. അല്ലാതെ പ്രാർത്ഥന മാത്രം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രം ഉണ്ടായി. കർണക്കൊന്ത 33 പ്രാവശ്യം ഇല്ലേ, വിശ്വാസപ്രമാണം 45 പ്രാവശ്യം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല. ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണമല്ല, കൈയും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ. അപ്പോൾ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത്. അതാണ് 1 കോറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോഴേ അധ്വാനിച്ചത് എന്താണ്? എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല, പിന്നെന്താണ്? എന്നിലുള്ള ദൈവകൃപ. ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. അതാണ് 2 കോറിന്തോസ് 12:9. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കാര്യം. 2 കോറിന്തോസ് 12:9 പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല. കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ്? ഗ്രേസാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ ശക്തിയാണ്.
ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ, അതാണ് അധ്വാനം. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ്. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത്. അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അയ്യോ, ഞാനെങ്ങും പറയത്തില്ല, ഞാനെങ്ങനെ പറയും? ആൾക്കാർ വഴക്കിട്ട് അപ്പം ആൾക്കാരെ പേടിക്കും. അതായത് ദൈവകൃപ ഇല്ല എന്നുണ്ടെങ്കിൽ കൃപാസനം പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് പറയും? അയ്യോ, ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് അവർ ന്യൂട്രലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വല്ല കുമ്പസാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലാണ് കൊണ്ടുപോയി വെച്ചും മാറിക്കളയും. അത് കൃപയില്ലാഞ്ഞിട്ടാണ്. അവർ കൃപയില്ല, കാര്യം അധ്വാനിക്കാൻ പറ്റണില്ല അവർക്ക്. ഇപ്പോൾ ചിലർ പറഞ്ഞു, ഞാൻ ഓർഫനേജിൽ പോയി, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി, ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു, അവരുടെ പഴയ മുഷിഞ്ഞ ഉടുപ്പെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് അധ്വാനമാണ്, കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അതെന്തുകൊണ്ടാണ്? അത് കൃപയാണ്. അതാ ഒന്ന് 15 ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കൈ കൊടുത്ത് പ്രാർത്ഥി. കർത്താവ് ദൈവമേ, ദൈവകൃപ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ എന്നിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധ്വാനിക്കാൻ തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താണ്? ഉടമ്പടി അവൻ പറയണ പോലെ ചെല്ലുകയല്ലല്ല, അവൻ പറയണ പോലെ അധ്വാനിക്കുകയാണ്. അതാണ് പ്രശ്നം. മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയാണ്. അപ്പം അതെല്ലാം ചൊല്ലുകയല്ല. നമുക്ക് ഈ 10, 100 കൊല്ലം 1000 കൊല്ലം ഒക്കെ ആയിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ എത്ര നിങ്ങൾ പുതിയ ധ്യാന രീതികളൊക്കെ ഉണ്ടായാലും മനുഷ്യൻ പണ്ടേ ചെണ്ടൻകോലും ശങ്കരൻ തെങ്ങ തന്നെയാണ്. ചുണ്ടിൻ്റെ അഭ്യാസം അറിയാൻ പാടുള്ളത്. അതാണ് വിഷയം. അതാണ് അതിൻ്റെ വരുന്നത്. ഉടമ്പടി എല്ലാത്തിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഫാദർ ആൻ്റണി ഓക്കാമിൻ്റെ സാക്ഷ്യമില്ലേ? ഇപ്പോൾ ഒരു 11,000 ആൾക്കാർ കണ്ട് രാവിലെ. 3 അച്ഛനും ഒരു കന്യാസിയും കൂടി വന്ന് സാക്ഷ്യം പറയുന്നത്. നിങ്ങളത് വീട്ടിൽ പോയി കാണണമെന്നല്ലായിരിക്കും. ഒരച്ഛനും 2 അച്ഛന്മാരും ഒരു കന്യാസിയും കൂടി പറയുന്ന സാക്ഷ്യം. ഫാദർ ആൻ്റണി ഓക്കാം ജർമ്മനിൽ 19 കൊല്ലം വർക്ക് ചെയ്യണം. അപ്പോൾ അദ്ദേഹം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കവനൻറ്റിലാണ്, ബൈ ബർത്ത് ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ കവനൻറ്റിലാണ്. പിന്നെ ഞാൻ പട്ടം കിട്ടിയപ്പോൾ ഒരു കവനൻറ്റിലാണ്. പിന്നെ എനിക്കെന്തിനാ വേറെ ഒരു കവനൻ്റ്, മരിയൻ കവനൻ്റ്? അപ്പം ഞാനിതിനെ നിഷേധിക്കുമായിരുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞത്. കാര്യം ഞാനെടുത്ത പട്ടത്തിൻ്റെ കവനൻറ്റിനേക്കാൾ വലുതാണോ ഈ മരിയൻ കവനൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ പണ്ട് ഉടമ്പടി എടുത്തപ്പോഴേ അനിയനോട് തർക്കിച്ച് വീട്ടിൽ വന്നപ്പോൾ തർക്കിച്ചതാണ്. ഇതാണ്, ഞങ്ങളെടുത്ത പട്ടത്തിനേക്കാൾ വലുതാണോ മരിയൻ ഉടമ്പടി എന്ന്. കാര്യം ഞങ്ങൾ ഒരു ലൈഫ് കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ താഴെയല്ലേ ഇത് വരത്തുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അച്ഛന് ഒരിക്കൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ഉടമ്പടിയേ ഉണ്ടാകത്തുള്ളൂ. അച്ഛൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ഒരു നല്ല മനസാക്ഷി കൂടുതലുള്ള അച്ഛനാണ്. അച്ഛൻ ഈ B1 B2 ഒക്കെ പാസ്സാകാത്ത പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി. കാര്യം B1 B2 പാസ്സാക്കി അതിന് 7 ലക്ഷം രൂപയൊക്കെ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ B1 B2 ഒക്കെ പാസ്സാക്കി എടുക്കണം. അതിനുശേഷം പിന്നെ ഏജൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് 46 ലക്ഷമൊക്കെയാണ് വരണത്. അപ്പം അച്ഛൻ ഇതൊന്നും പാസ്സാക്കാതെ 5 പൈസ വാങ്ങിക്കാതെ ഇവരോട് പറഞ്ഞ്, നിങ്ങൾ ജർമ്മനി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പഠിക്കാം, അവിടെ നിന്ന് പഠിച്ചിട്ട്
നമുക്ക് അവിടെ നിന്ന് ജോലി സമ്പാദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 11 പേരെ പെൺപിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ കുറേ പേര് പഠിക്കാൻ പോകത്തില്ല, കുറച്ച് പേര് ജോലി ചെയ്യാനും പോകത്തില്ല. പിന്നെ എന്തു ചെയ്യും? പഠിക്കാനോ പോകത്തില്ല, ജോലി ചെയ്യാനും പോകത്തില്ല. പിന്നെ എന്തു ചെയ്യും? വലിയൊരു ജലന് കൊടുക്കേണ്ടി വരികയല്ലേ. അപ്പോൾ വലിയ ഭാരമായി. ഇപ്പോൾ സൈകെട്ട 1-2 അച്ഛൻ തിരിച്ചു വിട്ട്, കാര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. പക്ഷേ ഈ ആൾക്കാർ തിരിച്ച് വന്ന് നാട്ടിൽ വന്നേച്ചും തിരിച്ച് സ്വന്തം വിസയിൽ അവിടെ വിസ ഉണ്ടായിരുന്നല്ല, ആ വിസയിൽ അവർ തിരിച്ചു വന്നിട്ട് അച്ഛനെതിരെ കേസ് കൊടുത്തത്. കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത കേസ്. അച്ഛൻ പെട്ട്. അച്ഛൻ പറയണ, ഞാൻ നോൻപ് കാലത്ത് തന്നെ കേസ് വന്നത്, എനിക്ക് ആരും ആശ്രയം, ഞാൻ കുരിശുരൂപം പിടിച്ച് കെട്ടിത്തൂങ്ങി കരഞ്ഞ്, എൻ്റെ മുറിയിലൊരു കുരിശുരൂപമുണ്ട്, ആ കുരിശുരൂപത്തെ കെട്ടി ഞാൻ കിടന്ന് കരകിയിരുന്നു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഹോസ്പിറ്റലുകാരെടുത്തിട്ട് ഈ പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പാവത്തങ്ങളെ പഠിപ്പിക്കണ ആ പ്രോജക്റ്റ് തന്നെ അവർ കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം മൊത്തം ഇറങ്ങിപ്പോരേണ്ടി വരും, പോയ പോലെ തന്നെ എല്ലാം വരേണ്ടി വരും. അങ്ങനെയുള്ള ജീവിതത്തിൽ ഏറ്റവും ചങ്ക് കണ്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം നമുക്കൊക്കെ സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഊത്തലറിയത്തുള്ളൂ, അത്രയും വിഷമമായി. അപ്പോൾ അച്ഛൻ എപ്പോഴും സംസാരിക്കണ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കണ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ പറഞ്ഞ്, സിസ്റ്റർ ഇതാണ് വിഷയമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എടുത്ത വായിക്കും പറഞ്ഞ്, അച്ഛനെ ഉടമ്പടി എടുത്ത് രക്ഷപ്പെടുമെന്ന്, മാതാവ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത്, ഈ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലും തന്നെ മാതാവിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. കാര്യം ഇത് കൃപാസനത്തിൻ്റെയോ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു വിഷയമല്ല. ഇതാരുടെ വിഷയമാണ്? ഇത് ദേവപിതാവിൻ്റെ വിഷയമാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എടുത്ത ഒരു തീരുമാനത്തിന് എന്നെക്കൂടി സാക്ഷിയാക്കിയെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണത് കൊണ്ട് കർത്താവ് എനിക്ക് തന്ന ഒരു യോഗ്യതയാണ്, കർത്താവ് കണ്ടെത്തിയൊരു യോഗ്യതയാണ്. പക്ഷെ അതിലൂടെ ദൈവം ആരാണ്? ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. കൃപാസനത്തിന് അന്ന് ദൈവം അതിൻ്റെ അകത്തൊരു മീൻസാക്കി എടുത്തന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത്. ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മാത്രം വിഷയമല്ല, അത് ഈ ലോകത്തിൻ്റെ മൊത്തം വിഷയങ്ങളാണ്. അത് സഭ അറിഞ്ഞ് സഭ ഇത് പൊതുവായിട്ട് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് എന്താണ് അതിൻ്റെ സന്ദേശം കൈമാറുന്നത്, ലോകം മുഴുവനും പ്രചരിക്കണതും. ഇപ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ ജോലികൾ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം പരിശുദ്ധ പിതാവാണ് ഇത് പറയണമെന്നുണ്ടെങ്കിലും അവസാനം പരിശുദ്ധ പിതാവാണല്ലോ ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് പറയേണ്ടത്. എന്നാലും കത്തോലിക്കരല്ലേ കേൾക്കത്തുള്ളൂ, അതല്ലേ വിഷയം. ഇപ്പം തന്നെ ഇവിടെ വരുന്നത് ആരാണ്? ഹിന്ദുസ് വരുന്നുണ്ട്, ഇവിടെയൊക്കെ മുസ്ലിംസ് വരുന്നുണ്ട്, CSIക്കാർ വരുന്നുണ്ട്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ആണ് ദുരന്തം ബാധിക്കാൻ പോണത്. അത് ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ശരി, മറ്റു തരത്തിലുള്ള ദുരന്തമായാലും ശരി. ദുരന്തം ജാതി മതം നോക്കിയിട്ടാണ് ദുരന്തം വരണത്? അല്ല, അതെല്ലാം എല്ലാ മനുഷ്യരും എന്തെങ്കിലും വന്നാൽ എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം കൃപാസനത്തിലൂടെ എല്ലാ മനുഷ്യരെയുമാണ് വെൽക്കം ചെയ്യണത്. എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണം. നിങ്ങൾ ഈ വിഷയത്തിലൊരു ദൈവാനുഭവം ഉണ്ട്. ആ ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ പ്രയോക്താക്കളാകും. അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് കൈമാറ്റം നടക്കണം. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു കുറിഞ്ഞ് മരുന്ന് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതാദ്യമേ നിങ്ങൾ ചെയ്ത ഉടമ്പടി പെട്ടെന്ന് ലൈവാകും. നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്തുള്ള ദൈവികമായ രഹസ്യമായ അജണ്ട എന്താണ്? രഹസ്യകാര്യ പരിപാടി എന്താണ്? അതായത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ
ദുരന്തത്തെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ സൈന്യങ്ങളുടെ എണ്ണം ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറണം. ഈ സന്ദേശം കൈമാറിക്കൊണ്ട് അവരവർ കർത്താവേ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന്, ഒരു വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അങ്ങ് ഈ പ്രാർത്ഥനയുടെ ഫലമായി മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര നടപടികളിൽ നമ്മൾ ഒരു കണ്ണിയായിട്ട് മാറുകയാണ്. ഇത് ആദ്യമേ ചെയ്ത പ്രശ്നം തീർന്നു. നിങ്ങൾ IITS പാസ്സാകട്ടെ, എനിക്ക് ജോലി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 90% ആൾക്കാർ വിഡ്ഢികളാണ്, ഉടമ്പടി എടുത്തിരിക്കണവർ. എന്നുവെച്ചാൽ അവർ ചിന്തിക്കണത് എൻ്റെ കാര്യവും നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയല്ല ഇത് ആദ്യമേ തന്നെ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ എന്തിനാണ് ഉടമ്പടിയിലാകണത്? ദൈവത്തിൻ്റെ കാര്യം ചെയ്തോളാമെന്നാണ് പറഞ്ഞത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്നാണ് പറയണത്. അവൻ പറയണ പോലെ തന്നെ എല്ലാ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം പലർക്കും ചെയ്ത്തുകാരുടെ എണ്ണം കൂടുതലാണ്, എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സന്തോഷത്തോടെയാണോ? അതാണ് വിഷയം. അവിടെയാണ് അത് വിഷയമാണ്. ചെയ്യാം അളിഞ്ഞ മോന്തമായിട്ടാണ് പല ആൾക്കാരും ഓരോ കാര്യം ചെയ്തു കൂട്ടണത്. എനിക്കിത് കാണുന്നത് ദേഷ്യമാണ്. ഈ ആൾക്കാർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യം ചെയ്യും. ഇനി 10 പത്ര, ഇനി 8 എണ്ണം ഉണ്ട്, ഇത് ആർക്ക് കൊണ്ട് ചെലുത്താൻ, അവൻ്റെ മോന്ത അളിഞ്ഞിരിക്കണം കണ്ടില്ലേ? ഇതാണ് വിഷയം. ഇതെങ്ങനല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിഷയമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവൻ പോയി ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് എന്താ ഈശോ പറയണത്? ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:44. മത്തായി 13:44. സ്വർഗരാജ്യം, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് നഷ്ടം വരും, മനസ്സിലായില്ലേ? സമയ നഷ്ടം വരും, സാമ്പത്തിക നഷ്ടം വരും, മറ്റുള്ളവരുടെ വായിരിക്കണം കേൾക്കണം. കുറച്ച് നിങ്ങൾ ഓർക്കരുത് ലാഭം വരുമെന്ന് പറഞ്ഞ് പഠിക്കിറങ്ങരുത്. നിങ്ങൾ കർത്താവിനാണോ ഇതുവഴി നിങ്ങളെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഷ്ടമുള്ള കാര്യം ഉറപ്പാണ് ആദ്യമേ. എന്താ? നമ്മുടെ സമയം പോകും. നമ്മൾ വീട്ടിലില്ലാത്ത കാരണം വീട്ടിലുള്ളവന് സമയത്ത് കാപ്പി കിട്ടില്ലെങ്കിൽ അമ്മ എവിടെ പോയി? ഞാൻ പത്രം കൊടുക്കാൻ പോയി. മണ്ണാൻ കെട്ട ആ വെരുക് നിങ്ങളുടെ കഴുത്തേക്ക് കയറിയിരിക്കും. എന്താ കാര്യം? നിങ്ങൾ സമയാസമയങ്ങൾ നിന്നിട്ട് കാപ്പി അന്നത്തിൽ കൊടുത്തിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണേ. വേണേ മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാന്ന് പറഞ്ഞത്തേക്ക് പ്രശ്നം തീർന്നേരാം. മര്യാദക്ക് ഉണ്ടാക്കി കുടിക്കടാ, ഞാൻ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയാനുള്ള കമാൻഡ് അമ്മ കളഞ്ഞേ. അമ്മ പഞ്ചപുച്ഛം വെച്ച് ഒച്ചാനിച്ച് ഇവൻ പറയണ ഇഡ്ഡലി വേണ്ട ഇഡ്ഡലി. അപ്പോൾ പറയാം എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് ദോശ മതി എന്ന് പറയും. മനുഷ്യൻ്റെ വായി കുത്തിക്കയറ്റിട്ട് പോടാ, അല്ല വീട്ടിൽ എറിഞ്ഞിട്ട് പോടാന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മര്യാദക്ക് ഉള്ളതുകൊണ്ട് കഴിക്കും. ഇത് ഒരിടത്തും ഒതുങ്ങണില്ലല്ല. പിള്ളേർ ഒതുങ്ങണ്ട. പിള്ളേരുടെ ബലിയാണല്ലേ മാതാപിതാക്കന്മാരെ പലരും. ഒരുത്തന് ദോശ, മറ്റേ അപ്പം പുട്ട് മതി. അപ്പോൾ പിന്നെ പുട്ട് കുത്താൻ നടക്കണം, പിന്നെ ദോശ ഉണ്ടാക്കാൻ നടക്കണം. ഇതെല്ലാം കൂടി ഒരു അമ്മയുണ്ട്. നിങ്ങളിങ്ങനെ ആക്കിയതാണേ, നിങ്ങളിങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ചില ആൺപിള്ളേരുമായിട്ട് അമ്മമാർ വരും എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരുണ്ട്. എത്ര ആൺപിള്ളേരുണ്ട്? ആൺപിള്ളേരാണ് എല്ലാവരും. ഞാൻ പറഞ്ഞു എല്ലാം വന്നിട്ടുണ്ടോ ഇവിടെ? 2 എണ്ണം വന്നിട്ടുണ്ട്. ഉള്ളതിനെ കണ്ട് വിളിക്കാൻ പറയും. ഉള്ളതിനെ കണ്ട് ഇതിന് പറയും എടാ നിൻ്റെയൊക്കെ ഉടുപ്പ് നീ തന്നെ അലക്കിയേക്കണം, അമ്മയെ കൊണ്ട് അലപ്പിക്കരുത്. മനസ്സിലായോ? നിൻ്റെയൊക്കെ പാത്രം നീ തന്നെ കഴിവിച്ചേക്കണം. ഞങ്ങളാണ് അച്ഛ കഴുകണത്. ക്ലിയറായി. എന്താ കാര്യം എന്നറിയാവോ? അമ്മയുടെ നടുവെല്ലാം ഒരുപോലെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. അതാണ് വിഷയം. അമ്മ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നന്നായിക്കൊണ്ടിരിക്കുകയാണ് അല്ലല്ലോ, ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ കാലങ്ങളിൽ നിങ്ങൾ അവരുടെ ഉടുപ്പും തൂവാലും എല്ലാം അവരുടെ കല്യാണത്തിന് സമയത്ത് വരെ നിങ്ങൾ അലക്കി തേച്ചു. അത് ഞാൻ അലക്കിയാലേ ശരിയാകത്തുള്ളൂ. പിന്നെ
അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ അവിടെ ആൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള നിയമമാണ്. ഞാനുള്ള ശരിയാ. അവർക്ക് വാദമൊന്നുമില്ല, മര്യാദക്ക് അലക്കണം. ആദ്യമേ തുടങ്ങണം ഈ പരിപാടിയൊക്കെ, ആദ്യമേ തുടങ്ങണം ഈ വിഷയങ്ങളൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് പിടിക്കത്തില്ല. ഒരു കാലം കഴിയുമ്പോൾ നിങ്ങളെ അവർക്ക് പിടിക്കത്തില്ല. എന്നുവെച്ചാൽ അവർക്ക് 10, 35, 30 വയസ്സായി കഴിയുമ്പോൾ, 25 വയസ്സായി കഴിയുമ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ പലരെ ഒപ്പിക്കണം. അപ്പൻ അതിനേക്കാൾ വലിയ കർക്കശ അപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ എല്ലാവരും ഒപ്പിച്ച് വരുമ്പോൾ നമ്മളൊരു പരുവത്തിലാകും. ആർക്കും പിടിക്കത്തുമില്ല. പോരെ, അപ്പനും പിടിക്കത്തില്ല, അമ്മയ്ക്കും മക്കൾക്കും പിടിക്കത്തില്ല. നമ്മൾ അതിനിടക്കിടക്ക് മരുമകൾ കയറി വരികയാണെങ്കിൽ അവൾ കയറി വിരകി എല്ലാം അവിടെ കയ്യിലാക്കി. ഇപ്പം എന്താ, അപ്പം മകന് സമാധാനം. ഇപ്പോൾ അമ്മയല്ലേ എനിക്ക് ഉടുപ്പിലൊക്കെ തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം അവന് പ്രശ്നമില്ല. അവൻ്റെ വീക്ക്നെസ് കണ്ടുവിട്ടിട്ട് അവൾ അതിൻ്റെ അകത്ത് കയറി കളിച്ച ആളാകും. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവ സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹത്തിന് നിങ്ങളെ അതായത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് വേറെ വല്ലതും ആണെങ്കിലേ, അതിനാണ് ഈ സത്യഹൃദയം എന്ന് പറഞ്ഞ വാക്കുണ്ട്. സത്യഹൃദയം. ഹെബ്രായർ 10:22. ഹെബ്രായർ 10:22. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ കേട്ടില്ലേ എന്ന് പറഞ്ഞ് കേട്ടില്ലേ? സത്യഹൃദയം. അപ്പൊ കള്ളഹൃദയം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് സ്കാനിങ് അല്ലേ? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെറ്റ് സ്കാനിങ് പോലെ ഇരിക്കും. ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരും. എന്താണ് പറഞ്ഞത്? അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം. ദൈവത്തിന്റെ തിരുസന്നിധി ചെല്ലുമ്പോഴേ ഹൃദയം ഹൃദയം കൊണ്ട് ചെല്ലണമെന്നല്ല, ആ ഹൃദയം സത്യഹൃദയമായിരിക്കണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മരുമകളുടെ കാര്യം പറഞ്ഞില്ലേ, അവൾ വന്നിട്ട് എല്ലാ പുത്തൻ പെണ്ണ് പെരപ്പേരും അടയ്ക്കുന്ന കേൾക്കണ പോലെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൻ്റെ കാര്യം ചെയ്യും, അമ്മയുടെ കാര്യം ചെയ്യും. അവൾ അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് സംഭവം. പക്ഷേ അമ്മയ്ക്കിട്ട് ഇപ്പോൾ ആരെ വെക്കുകയാണ് ആ സംഭവം? മനസ്സിലായില്ലേ? അവരുടെ റോള് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ സത്യമില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവളുടെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ വേറെ ഒരു ഉദ്ദേശത്തിനാണ് ദുരുദ്ദേശം നമ്മൾ പറയണത്. അവളുടെ ഉദ്ദേശം വേറെയാണ്. ഉടമ്പടി ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് നിൻ്റെ ഹൃദയം കർത്താവ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിൻ്റെ ഈ നല്ല സൽപ്രവൃത്തികളിൽ പോലും സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന സ്വർഗീയ ഇടങ്ങൾ. എഫേസോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പൊ ഈ സത്യത്തിന്റെ ഹൃദയവും സ്വർഗീയ ഇടങ്ങളുടെ ദുരാത്മാവും ചേർത്ത് വായിക്കേണ്ട വചനങ്ങളാണ്. നമ്മൾ സ്വർഗീയമായ സ്നേഹത്തിൻ്റെ ദൈവികമായ കാര്യമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അടിയൊഴുക്ക് ദുരാത്മാവിൻ്റെതായിരിക്കും. കാര്യം ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻഷൻസ് ആണ് പ്രോബ്ലം. എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നീ ചിലപ്പോൾ ഭയങ്കര തങ്കപ്പെട്ട വർത്തമാനവും വലിയ നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ ഈ സ്വർഗീയ ഇടത്തിലെ ദുരാത്മാവായിട്ടത് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി നിയോഗങ്ങൾക്കുണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴും ഇൻറ്റൻഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അത് ഉള്ളിലുള്ള നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങളാണ് ഇൻറ്റൻഷൻ. ഇന്നർ ഇൻറ്റൻഷൻസ് അതായത് നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങൾ. അത് മറ്റുള്ളവർക്ക് മിക്കവാറും പാരയിരിക്കും. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പേറ്റി കളയണം. കാറ്റത്ത് പിടിക്കേണ്ടി വരും. നമ്മൾ പണ്ട് കാറ്റത്ത് പിടിക്കത്തില്ലായിരുന്നു അല്ലേ? എന്താണ് ഈ കാറ്റ് വരുമ്പോൾ തൂറ്റണമെന്നൊക്കെ പറയത്തില്ലേ? കാറ്റ് വരുമ്പോൾ കാറ്റത്ത് പിടിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിലാണ് നമ്മുടെ നിയോഗങ്ങൾ ഇങ്ങനെ പിടിക്കേണ്ടത്. അപ്പോൾ എന്ത് പറ്റും? പതിര് പറന്നു പോകും, കതിര് താഴെ വീഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ദുരാത്മാവില്ലാത്ത വിഷയങ്ങളാണ്. ദുരാത്മാവില്ലാത്ത ഇൻറ്റൻഷൻസിൻ്റെ ഇത് വരുന്നത്, നിങ്ങൾ 6 ഇൻറ്റൻഷൻസ് എഴുതി വെക്കുമ്പോഴേ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഇൻറ്റൻഷൻ 2 കഴിഞ്ഞാൽ പിന്നെ എഴുതാനില്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെക്കരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കോളമായിട്ടിട്ടേക്കണം. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടേക്കണം. എന്താ കാര്യം? അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള അറിയാം. അല്ലെങ്കിൽ ഇപ്പം അവിടെ ദുരാത്മാവ് കയറി പിടിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ദുരാത്മാവ് കയറി പിടിക്കുക. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ കോളം ഒഴിച്ചിടരുത്. ഒരു കാര്യത്തിനുള്ള പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഒരു കോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, ഒരു ഓപ്ഷനേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. ബ്ലാങ്ക് ഇല്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒരു ആളിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജനമായ സ്ഥലത്തേക്ക് കറങ്ങി നടക്കും. പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ തിരിച്ചതിനകത്ത് കയറി വരും. തിരിച്ച് തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കൾ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. 4 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. നമ്മളിപ്പോൾ അടിച്ചു വാരി തൂത്തെന്നൊക്കെ പറയത്തില്ലേ? അടിച്ചു വാരി തൂത്ത് തിന്മകളെല്ലാം. ഇപ്പോൾ കുമ്പസാരം തന്നെ നിങ്ങൾ മനസ്താപ പ്രായശ്ചിത്തം ചൊല്ലി 3 പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് തരുന്ന പ്രായശ്ചിത്തങ്ങൾ 5 സ്വർഗ്ഗസ്ഥ 5 നന്മ പറഞ്ഞോരും കഴിഞ്ഞ് കുമ്പസാരം കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണത്? പാത്രം കഴുകി വെടിപ്പാക്കിയെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പാത്രം കഴുകി വെടിപ്പാക്കി. ആ സ്പേസ് അവിടെ കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫെഷന് അതിൽ തന്നെ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അവർ ഇൻറ്റൻഷൻ. നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും. കൺഫെഷന് അതിൽ തന്നെ ഒരു ആധ്യാത്മിക പ്രതിരോധ ശക്തി ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകി വെക്കണത് എന്തിനാ? കാണാൻ വേണ്ടിയാണ്. കാണാൻ വേണ്ടി കഴുകി വെക്കണവരുണ്ട്. പാത്രം കഴുകി വെക്കണത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാണ്, ഉറപ്പല്ലേ? ഇപ്പം കുമ്പസാരിക്കണത് എന്തിനാണ്? പുണ്യത്തിൽ പുരോഗമിക്കാനാണ്, ഉറപ്പല്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ. അവിടെ എല്ലാം ആ സ്പേസ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആണ്. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് വരുന്നൊരു പ്രശ്നമെന്ന് പറയണത്, നമുക്ക് 2 ഓപ്ഷനില്ല. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ തൂരിയ സ്റ്റേജുണ്ട്. ടാബ്ല റാസ എന്ന് ഗ്രീക്ക് പറയണ പോലെ ഇന്ത്യയിലെ തൂരിയ സ്റ്റേജ്. ഇപ്പോൾ ഒരു നോൺ ആബ്സെൻറ്റ്, ഒരു ആബ്സെൻറ്റ് പ്ലേസ്, നിർവ്വാണത്തിൻ്റെ തന്നെ ഒരു ഘട്ടമാണത് തൂരിയ സ്റ്റേജ്. പക്ഷേ അതുപോലെ സ്റ്റാൻഡ്സ് ഈ ക്രിസ്ത്യൻ ഫിലോസഫിയിലില്ല, ക്രിസ്ത്യൻ തിയോളജിയിലില്ല. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എന്താണ്? അത് വെയ്ക്കൻ്റാണ്. വെയ്ക്കൻ്റ് ആകത്തില്ലൊരിക്കലും. ആരാണ് വെയ്ക്കൻ്റ് ആകത്ത്? പിന്നെന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദുരാത്മാക്കൾ പിന്നെ വന്ന് ഇതിൻ്റെ അകത്ത് കയറും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ തന്നെ ഇൻറ്റൻഷൻ വെക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? പരിശുദ്ധാത്മാവിനെ തന്നെ നിയോഗം വെക്കണം. ഇപ്പം നിയോഗം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 നിയോഗം, എനിക്ക് നിയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിയോഗം ഇല്ല എന്നല്ല, പിന്നെ വല്ലതൊക്കെ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് എഴുതി വെക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കണമേ, ക്രിസ്തുവിൻ്റെ ദൗത്യമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം. എന്തെല്ലാം എഴുതി വെക്കാൻ പറ്റും? നിങ്ങളതിൻ്റെ അകത്ത് മുഴുവനും ഇത് നിങ്ങളുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാരെ കാണുമ്പോഴേ അവർ പറയും, അച്ഛാ മകൾക്ക് അവിടെ ഇത് PR കിട്ടണം അച്ഛാ എന്ന് പറയും. അപ്പോൾ
PR കിട്ടണം, പിന്നെ ഭർത്താവിന് കുറച്ച് രോഗവും സ്മോൾ ഡിയൊക്കെ ഉണ്ടച്ചാ എന്നൊക്കെ പറയും. അപ്പം അതിനൊന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും. പിന്നെയും സമയം കിടക്കുകയാണ്. പിന്നെയും സമയം കിടക്കുമ്പോൾ ഇവർ ഉടനെ പറയും, അച്ഛാ എൻ്റെ അയൽവാസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നിർത്ത്, അത് അവൻ്റെ കാര്യമില്ല, വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പം എന്തെങ്കിലും ഒരു അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വയ്യാവേരികളെല്ലാം കൂടി പറഞ്ഞു വെച്ച് ആദ്യം പറഞ്ഞ് ഡയല്യൂട്ടാക്കി കളയും. അത് ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരുടെ കാര്യം പറയണമെന്നില്ല. അങ്ങനെ അത്രയും സീരിയസ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലാഞ്ഞ കാരണം എന്നാൽ മറ്റുള്ളവരുടെ കൂടെ ഈ വണ്ടിയായാലും പോകുന്നുണ്ടല്ലോ, അയാളെ കൂടി കയറിയിരിക്കട്ടെ. വണ്ടിയായാലും ആലപ്പുഴക്ക് പോകുന്നുണ്ടല്ലോ, നാത്തും കൂടി കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരുടെ പ്രശ്നം കൂടി പറഞ്ഞു വെപ്പിക്കും. അപ്പോൾ അതെല്ലാം ഫോളായി പോകും, ഫാൾസായി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് തോന്നും ദൈവത്തിനാണ് പ്രാധാന്യമെന്ന്.